തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ UDF തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായി ബഹിഷ്കരിക്കുകയും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്ത ബാങ്കിന് എന്തിനാണ് തിരഞ്ഞെടുപ്പ്? ഭരണസമിതി പിരിച്ചുവിട്ട അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തുക, കൊള്ളയടിച്ച് ബാങ്കിനെ തകർത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക, നിക്ഷേപകർക്ക് പണം തിരികെ നൽകുവാനുള്ള അവസരമുണ്ടാക്കുക, സാധാരണക്കാർക്ക് ലോൺ നൽകുവാനുള്ള നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UDF പ്രതിഷേധ സൂചകമായി നടത്തുന്ന മാർച്ച് യുവാതലത്തിന് തൊട്ടുപിന്നാലെ ഇതുവരെ കടന്നു വരുന്നു. ചെങ്ങന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് റാലിക്കൽ സമാപിക്കും. ഏവരെയും ഈ മാർച്ച് ചെയ്യുന്നതിനായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചെങ്ങന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ഭരണസമിതിയിലേക്ക് വേണ്ട തെരഞ്ഞെടുപ്പിനുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ UDF തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായും ബഹിഷ്കരിക്കുകയും പ്രതിഷേധ സൂചകമായി ഏതാനും നിമിഷങ്ങൾ ബാങ്കിന്റെ ധർണാ സമരം നടത്തുകയും ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു. നിക്ഷേപകവും പണം തിരികെ നൽകാത്ത ബാങ്ക് എന്തിനാണ് തിരഞ്ഞെടുപ്പ്? ഭരണസമിതി പിരിച്ചുവിട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം സ്ഥാപിക്കുക, കൊള്ളയടിച്ച് ബാങ്ക് തകർക്കൽ തുടങ്ങിയ നിയമ നടപടി സ്വീകരിക്കുക, സാധാരണക്കാരുടെ തിരികെ നൽകുന്ന നടപടി ഉണ്ടാക്കുക, സാധാരണക്കാർക്ക് ബാങ്കിൽ നിന്ന് ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം സ്ഥാപിക്കുക, സാധാരണക്കാരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ നടപടി ഉണ്ടാക്കുക, സാധാരണ ജനങ്ങൾക്ക് ബാങ്കിന് ലോൺ നൽകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UDF നേതൃത്വത്തിൽ നടത്തുന്ന മാർച്ച് ഏതാനും നിമിഷങ്ങൾക്കകം ബാങ്ക് സമാപിക്കുന്നു. എല്ലാ സഹകാരികളെയും പൊതുജനങ്ങളെയും ഈ സമര പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചെങ്ങന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ഭരണസമിതിയിലേക്ക് നടത്തേണ്ട തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുമ്പോൾ UDF തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായി നിഷേധിക്കുകയും തിരസ്കരിക്കുകയും പ്രതിഷേധ സൂചകമായി മാർച്ച് നടത്തപ്പെടുന്നു. നിക്ഷേപകർക്ക് പണം നൽകാത്ത ബാങ്ക് എന്തിനാണ് തിരഞ്ഞെടുപ്പ്? ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം സ്ഥാപിക്കുക, സാധാരണ ഭരണസമിതിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ UDF പൂർണ്ണമായും തെരഞ്ഞെടുപ്പിനെ നിഷേധിക്കുകയും തിരസ്കരിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് UDF നൽകുന്ന തെരഞ്ഞെടുപ്പിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി നിക്ഷേപകരുടെ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മാർച്ചാണ് ഇവിടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള ഈ പ്രതിഷേധം ഈ ധർണയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമ്മേളന നേതാവ് കേരള കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം വൈസ് ചെയർമാൻ ശ്രീ ജെയിംസ് കാക്കനാട്ടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ചെങ്ങന്നൂർ സഹകരണ ബാങ്കിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ബാങ്കിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതി അംഗങ്ങളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDFന്റെ ആഭിമുഖ്യത്തിലൂടെ നടത്തിയിരിക്കുന്ന ഈ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുന്ന ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന
ഈ അവസരത്തിൽ ഈ ധർണാ സമരത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ചെറിയാൻ്റെ മണ്ണഞ്ചേരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. കട്ടുപിടിച്ചുകൊണ്ടുപോയി ഇന്നത്തെ ഏആറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് നമുക്ക് പത്രത്തിൽ വായിച്ചതാണ്. ഇവിടെ ജനപ്രതിനിധികൾ കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി അംഗം ബഹുമാനപ്പെട്ട യൂണിവേഴ്സിറ്റി അവരുടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രജീവ് തോമസ് അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മാത്യു ചാമത്തിൽ അവരുടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് എഡി മേക്കറിനെ സ്വാഗതം ചെയ്യുന്നു. DCC സെക്രട്ടറി ബഹുമാനപ്പെട്ട OCP സെക്രട്ടറിയെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഈ ധർണാ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇതിന്റെ അധ്യക്ഷൻ ശ്രീ ജെയിംസ് കാക്കനാടിൽ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശ്രീ യൂണിവേഴ്സിറ്റി പോൾ, അഡ്വക്കേറ്റ് രജി തോമസ്, ശ്രീ മാത്യു ചാമത്തിൽ, OCP സെക്രട്ടറി സജി മാത്യു, സ്വാഗതം ആശംസിച്ച ചെറിയാൻ മണ്ണഞ്ചേരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ശ്രീകുമാർ അടക്കം പഞ്ചായത്ത് അംഗങ്ങളെ, UDFന്റെ നേതാക്കളെ, സുഹൃത്തുക്കളെ, ഇതുപോലെയൊരു സമരം വീണ്ടും ഈ ബാങ്ക് പണിക്കിലേക്ക് നടത്തേണ്ടി വന്ന സാഹചര്യം സ്വാഗത പ്രസംഗത്തിൽ ജോലി സാറിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതുപോലെ എല്ലും തോലുമായി മരണമണി മുഴങ്ങിയ ഒരു ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ബാങ്കിലെ ഒരു തെരഞ്ഞെടുപ്പ് നടപടിയിലേക്ക് കടക്കാനുള്ള ആരോഗ്യമില്ല എന്നുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടപടികൾ വേണ്ടെന്ന് വെച്ച് ബാങ്ക് ഭരണം അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് UDF എന്നുള്ള നിലയിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ജനങ്ങളോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ ഈ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് എത്രയോ ആളുകളാണ് ദുരിതപർവം പേരിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത സ്ഥലത്ത് പുഷ്പഗിരി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അമ്മ കണക്കിലേക്ക് അയച്ച് അതും കഴിഞ്ഞ് അവിടുത്തെ കാശും വന്ന് കാശ് തിരിച്ചടക്കാൻ UK അയക്കുന്നതിനൊന്നും നമുക്ക് പരാതിയില്ല. വീടും പുതുക്കി. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, വീട് പുതുക്കിയത് നന്നായി. കാരണം അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല വീട് അറ്റാച്ച് ചെയ്യുന്നതിന്റെ കാശ് കൂടുതൽ വീടാക്കാൻ പറ്റുമല്ലോ. 9 ലക്ഷം രൂപയാണ് എടുത്തിട്ട് അടയ്ക്കാത്തത്. ഞാൻ വിജയപൂർവ്വം സൂചിപ്പിക്കേണ്ട, ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും കൂടി മാത്രം 2,46,00,000-ലധികം 2.5 കോടി രൂപയാണ് വായ്പയും ബാധ്യതയുമായി എടുത്തിട്ട് തിരിച്ചടവില്ലാതെ കിടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവിടെ അമ്മയെ ചികിത്സിക്കാൻ തളർന്നു കിടക്കുന്ന അമ്മയെ ചികിത്സിക്കാൻ കാശ് ലഭിക്കാതെ പാവപ്പെട്ടവൻ നെട്ടോട്ടം ഓടുമ്പോൾ 2,46,00,000 ചില്ലുവാനും രൂപയാണ് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും മാത്രം. മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് 29 കോടി രൂപയാണ് മൊത്തത്തിലുള്ള വായ്പയുടെ. ഒരു കാര്യത്തിൽ നടപടിയില്ല.
എന്ത് ന്യായീകരണമാണ് ഇതിനുള്ളത്? ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ ഫലപ്രദമായി പ്രവർത്തിക്കേണ്ട ധനകാര്യ സ്ഥാപനം ആ ചുമതല മറന്ന് എല്ലാവരും ലോൺ എടുത്തിരിക്കുകയാണ്. ഇപ്പോ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ ഇപ്പം ഒരു ഗുണമുണ്ടായത് സ്ഥിരമായിട്ട് ഇവിടെ കുറ്റിയടിച്ചിരിക്കുന്ന ആളുകളായിരുന്നല്ലോ ഈ വെട്ടിപ്പെല്ലാം കൊടുത്തിരിക്കുന്നത്. അവർക്കിപ്പോൾ മത്സരിക്കാൻ വയ്യ. ഈ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നുകൊണ്ട് ബാധ്യതയുള്ളതുകൊണ്ട് മത്സരിക്കാൻ വയ്യ. പുതിയ ആളുകളെ വെക്കുകയാണ്. ആ പുതിയ ആളുകളെ തീരുമാനിക്കുന്ന പാർട്ടിയുടെ ചുമതലക്കാരൻ 19 ലക്ഷം രൂപയാണ്. ഇവിടുത്തെ 19 ലക്ഷം രൂപ ബാധ്യത ലോൺ എടുത്തതിന് ശേഷം 5 പൈസ ഇതുവരെ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവന്റെയൊക്കെ അമ്മായിയപ്പന്മാര് സ്ത്രീധനം കൊടുത്ത് സ്വന്തമായിട്ട് അല്ല ഈ കാശുകൾ ഇങ്ങനെ വിനിയോഗിച്ച് ലോൺ എടുത്തേച്ച് കാശടക്കണ്ട. നല്ല സൗകര്യമാണ്. എങ്ങനെയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ പിന്നെ ലോണിന്റെ കാശ് തിരിച്ചടക്കണ്ട. അതല്ല സ്ഥിതി. 19 ലക്ഷം രൂപ ആ മാന്യനടക്കം ഇരുന്ന് ഇപ്പൊ പുതിയ ഭരണസമിതിയെ തീരുമാനിക്കുക. ഇലക്ഷൻ മത്സരിക്കാനുള്ള പാനൽ തീരുമാനിക്കുന്ന മാന്യന് 19 ലക്ഷം രൂപ ഇവിടെ അടയ്ക്കാനുണ്ട്. വീട്ടിലെ അനിയനും ഭാര്യയും എല്ലാം കൂടെ ലോൺ എടുക്കുക. നല്ല കാര്യമല്ലേ? വേറൊരു വലിയ കാര്യം കൂടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇത് എങ്ങനെയാണ് കൊള്ളയടിച്ചത് എന്നുള്ളതിന്റെ തെളിവാണ്. ഒരേ വസ്തു ഈട് വെച്ച് 3 പ്രാവശ്യം ലോൺ എടുത്തിരിക്കുകയാണ്. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുക ഒരേ വസ്തു 3 തവണ ഒരേ വസ്തു വെച്ച് ലോൺ കൊടുത്തിരിക്കുകയാണ്. ഒരേ സമയം ഒന്ന് കൊടുത്തു കുടിശ്ശിയായി. അതിന്റെ പേരിൽ വേറെ ആൾക്ക് ആ വസ്തു വെച്ച് തന്നെ ലോൺ കൊടുത്തിരിക്കുകയാണ്. ബാങ്ക് കൊടുത്തിട്ടേ ഉള്ളൂ മനുഷ്യൻ. പാവപ്പെട്ട ശാസ്താക്കളുള്ള റബ്ബറും വെട്ടി പാലും പശുവിനെ വളർത്തി മോളെ പഠിപ്പിക്കാൻ സ്വരൂപിച്ചുണ്ടാക്കിയ 6 ലക്ഷം രൂപ മോളെ പഠിപ്പിക്കാൻ ഇവിടെ കയറി ഇറങ്ങി നടക്കില്ല. കാശ് കിട്ടുന്നില്ല. ഇതാണ് സാധാരണക്കാരന്റെ സ്ഥിതി. ആസാർക്കും പെൻഷൻ പറ്റിയ ആളുകൾ, അധ്യാപകരടക്കം പെൻഷൻ പറ്റിയ ആളുകൾ മുഴുവൻ തുകയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബാങ്ക് ഭരണസമിതിക്ക് ദീർഘകാലം നേതൃത്വം കൊടുത്ത ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആ അടയ്ക്കാനുള്ളത് 51 ലക്ഷം രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക. കുടിശ്ശിയായി കണക്കാക്കിയിരിക്കുന്നത് 51 ലക്ഷം രൂപ. നല്ല ഏർപ്പാടല്ലേ? അവരൊക്കെ തന്നെയാണ് ഈ 2-3 പ്രാവശ്യം ഒരു വസ്തു വെച്ച് ലോൺ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സൗജന്യം കൊടുത്തതല്ലല്ലോ. അങ്ങനെയൊക്കെ ലോൺ കൊടുക്കുമ്പോൾ കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കമ്മീഷന്റെ ആളാ അത് നമുക്കറിയാം. ഇതിന്റെ ഫോട്ടോ ഞാൻ കമ്മീഷനൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ പാവപ്പെട്ട ആളുകളുടെ കൊടുക്കാനുള്ള കാശ് കൊടുക്കണ്ടേ? ആ കാശെടുത്ത് ഇതുപോലെ ദുർവിനിയോഗം നടത്തിയാൽ, ഇതുപോലെ കൊള്ളയടിച്ചാൽ എന്ത് ന്യായീകരണമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ളത്? ഞെട്ടിക്കുന്ന ഈ റിപ്പോർട്ടുകൾ, ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ, യാതൊരു നാണവുമില്ലാതെ പൊതുപ്രവർത്തകരായിട്ട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചട്ടവട്ടം ഒരുക്കിക്കൊണ്ട് നടക്കുക. എന്തിനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? കാരണം വേറെ ആളുകൾ വന്നാൽ രഹസ്യങ്ങളെല്ലാം പുറത്തു വരും. കൊള്ളയുടെ പൂർണ്ണ വിവരം പുറത്തു വരും. ഇപ്പൊ ഈ റിപ്പോർട്ട് പുറത്തു വന്ന അത്രയും നല്ലത്. ആ റിപ്പോർട്ടും പൂർണ്ണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഓഡിറ്റ് ഉദ്യോഗസ്ഥന്മാരും ഇൻസ്പെക്ഷൻ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. എല്ലാ മാസവും എനിക്കൊക്കെ അറിയാമല്ലോ, എല്ലാ മാസവും ഇൻസ്പെക്ഷൻ നടക്കുന്ന ബാങ്കാണ്. വല്ലപ്പള്ളിയെ സംബന്ധിച്ച് വല്ലപ്പള്ളിക്ക് ഇൻസ്പെക്ടറുണ്ട്, എഴുപറ്റൂരിന് വേറെയുണ്ട്. ഇവിടെ എല്ലാ മാസവും വന്ന് ഇൻസ്പെക്ഷൻ നടത്തുന്ന സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഇതറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഇവരുടെ പേരിലുള്ള ബാധ്യതയെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. അത് അതിനോടൊപ്പം തന്നെ ഈ ബാങ്കിൽ ഓഡിറ്റ് നടത്തിയ ഓഡിറ്റ് ഉദ്യോഗസ്ഥന്മാർ, ഇൻസ്പെക്ഷൻ നടത്തിയത്. കാരണം ഇതൊക്കെ കാലാകാലങ്ങളായി നടന്ന തട്ടിപ്പാണ്. ആ കാലാകാലങ്ങളായി നടന്ന തട്ടിപ്പിൽ അന്തിവർക്ക് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? അന്തിലെന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല? എങ്കിലും ബാങ്കിൽ വന്ന് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഇവര് വാങ്ങിച്ചു കൊടുക്കുന്ന ചായയും കാപ്പിയും കുടിച്ചിട്ട് ഉച്ചയ്ക്ക് മീൻ പൊരിച്ചതും കൂട്ടി ഊടും കഴിച്ചു പോകുന്നതിനാണോ സർക്കാർ ശമ്പളം കൊടുത്ത് ഇൻസ്പെക്ടറെയും ഓഡിറ്ററെയും ഒക്കെ ഇങ്ങോട്ട് അയക്കുന്നത്? ഇവിടെ ക്രമക്കേടുണ്ടെങ്കിൽ ആ ക്രമക്കേട് കണ്ടുപിടിക്കാൻ, അത് ചൂണ്ടിക്കാണിക്കാൻ, അതിന്റെ പേരിൽ നടപടിയെടുക്കാനാണ് ഇവരെ ഈ ആളുകളെ ഇവിടേക്ക് ചുമതലപ്പെടുത്തുന്നത്. ആ ചുമതല നിർവഹിക്കാതെ ഈ തട്ടിപ്പിനാകമാനം ഈ ബാങ്കിനെ അടികൂടി പൊളിച്ചെടുക്കുന്നത് വരെ കാത്തിരുന്നതിന് ശേഷം ഇപ്പൊ എന്തെന്താ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്ത് ന്യായീകരണമാണ് അതിനുള്ളത്? യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അനന്തര നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണ്ടേ? എക്സിക്യൂഷന് വേണ്ടിയുള്ള നടപടികൾ നടത്തണ്ടേ? ഈ പറച്ചിൽ കേട്ടാൽ ഇവരെല്ലാം ഇതൊക്കെ ചെയ്യേണ്ടത് തോന്നും. റിപ്പോർട്ട് തയ്യാറാക്കിയ സഹകരണ വകുപ്പ് തന്നെയാണ് ഈ കാര്യങ്ങളിൽ മുൻകൈ എടുക്കേണ്ടത്. ഒരു മുൻകൈയും ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്? ഇവരെയൊക്കെ പേടിയാണ്. 19, 51
പിന്നെ 9 ലക്ഷം വീതം എടുത്ത് മുങ്ങിയിട്ടില്ല. എല്ലാവരും എന്നിട്ട് മാന്യന്മാരായി ഇറങ്ങിയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമെന്ന് അവരാരും സ്വപ്നയിൽ വിചാരിച്ചില്ല. ഇപ്പം പുറത്തു വന്നപ്പോഴാണ് ഓരോരുത്തരും അടയ്ക്കേണ്ട തുകയെ സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമായി. അത് എന്തിന്റെ പേരിലാണ്, എത്രയാണ് ലോണ്, എന്തിന്റെ പേരിലാണ് എന്നെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ വിദ്യാ തരംഗടിയെന്നോ മറ്റേ പറഞ്ഞൊരു പിന്നെ ലോൺ ഏർപ്പാടുണ്ടായിരുന്നു. മൊബൈലുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാ. കൊടി കെട്ടിയ പാർട്ടി നേതാക്കന്മാർ 10 കൊടുത്തിടത്ത് ചെങ്ങന്നൂരിൽ 100 കൊടുത്തത്. അത് പോട്ടെ. അത് കഴിഞ്ഞ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ അവരുടെ മകളെ പഠിപ്പിക്കാൻ കാശിന് വേണ്ടി സമീപിക്കുമ്പോൾ കാശ് നിഷേധിക്കുന്ന ആളിന് പിന്നെ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും. ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ എത്രമാത്രം ഗുരുതരമായ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഈ ഏർപ്പാടാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതിന്റെ പേരിൽ നടപടി ഉണ്ടാകണം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിന്റെ പറയുന്ന ബാധ്യത ഇവരിൽ നിന്ന് ഈടാക്കാൻ ജപ്തി നടപടികളിലേക്ക് കടക്കണം. ആ ജപ്തി നടപടികളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഈ ആളുകളൊക്കെ തുകയടക്കേണ്ടി വരും. നിയമപരമായ നടപടി സ്വീകരിക്കണം. ഇതുവരെ എന്താണ് നടപടിയിലേക്ക് കിടക്കണമെന്ന് പറയുമ്പോൾ നടപടിയിലേക്ക് കടന്നത് ആരും എടുക്കാൻ കഴിയാത്ത ഭൂമിയൊക്കെ വെച്ചിരിക്കുന്ന ആളുകൾ. വാസിറ്റിന്റെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ തുകയാണ് ഞാൻ പറഞ്ഞത്. 51 ലക്ഷവും പിന്നെ 19 ലക്ഷവും 9 ലക്ഷവും ഒക്കെ അവരുടെ തന്നെ നേതാക്കളെയാണ് പറഞ്ഞത്. ഇതൊന്നുമില്ലാത്ത പിന്നെ നമ്മുടെ ഉടുമയുള്ള ആരും വസ്തു എടുക്കാത്ത വിധത്തിന്റെ പേരില്ലാന്ന് വെച്ചിട്ട് രക്ഷിക്കാനുണ്ടെന്നു ടേബിളിന്റെ പേരിൽ വെച്ച് കിടക്കും. ബാക്കി 19, 51, 10 ഒക്കെ അവിടെ കിടക്കുക. എന്നിട്ട് ടേബിളിന്റെ പേരിൽ ജപ്തി നടത്തിയിട്ട് കാണിക്കാൻ വേണ്ടി ഇത്രയും പരിഹാസ്യമായ നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബാങ്കിന് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആരോഗ്യമില്ലാത്ത ഒരു ബാങ്കിന് ഒരു നിലനിർത്തുന്നത് അവരുടെ കയ്യിലേക്ക് വീണ്ടും ഈ ഭരണസമിതിയെ ഏൽപ്പിക്കാൻ അവശേഷിക്കുന്ന കാര്യം കൂടെ ഇപ്പോ അവിടെ കടന്ന കാശേ പോയിട്ടുള്ളൂ. ഇനിയിപ്പോ ഇവിടുന്ന് ഈ കെട്ടിടത്തിന്റെ ഒക്കെ ജനപ്പിക്കണം. ഈ കൊള്ള നടത്തിയ മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ജപ്തി നടപടിയിലേക്ക് ആ ജപ്തി നടപടികളിലേക്ക് ചെയ്യുന്നതുപോലെ ഈ പരിശോധന നടത്തിയ ഇൻസ്പെക്ടർമാരുടെയും ഓഡിറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും ഉത്തരവാദിത്തം കൂടി ഫിക്സ് ചെയ്ത് അവരിൽ നിന്നുകൂടി അവർക്ക് ആനുപാതികമായ തുക ഈടാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടപടി അനാവശ്യമാണ് എന്ന് സൂചിപ്പിക്കുവാനാണ് ഞങ്ങൾ ഈ ധർണ നടക്കുന്നത്. ഈ ധർണയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളല്ല, എവിടെ ഇറങ്ങിയാലും ഇപ്പോ ഇതേക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. കാരണം പിന്നെ ബാങ്കിൽ കാശ് കിട്ടാതെ വലയുന്ന ആളുകൾ, പാവങ്ങൾ, രോഗികൾ, മരുന്ന് വാങ്ങിക്കാൻ നിർവാഹമില്ലാത്തവർ, വിധവകൾ എന്ന് വേണ്ട ഒട്ടേറെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകയാണ്. അവരുടെ ബുദ്ധിമുട്ടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കരിവെട്ടൂർ ബാങ്ക് തട്ടിപ്പ് നമുക്കറിയാം. ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കഥകൾ നമ്മൾ കണ്ടതാണ്. അത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ നടപടി സ്വീകരിക്കേണ്ട ആളുകൾ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ ധർണയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ധർണയെ അഭിസംബോധന ചെയ്യുന്നതിനായി കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കുഞ്ഞുമോശിനെ ക്ഷണിക്കുന്നു. ഉദ്ഘാടനം ചെയ്ത കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാൻ ശ്രീ ജോസഫ് ബഷീർ, ഈ ധർണയിൽ പങ്കെടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ, വടക്കൻ തോമസ്, ശ്രീ മേഖലയാണ് ശ്രീ മാത്യു ചാമത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, പ്രിയമുള്ളവരെ, ഈ ധർണ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. 1960-61 വർഷക്കാലത്ത് വലിയ ദർശനത്തോടുകൂടി ഒരു നാടിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകണം, കാർഷിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകണമെന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി, വലിയ ദർശനത്തോടുകൂടി നമ്മുടെ പിതാക്കന്മാർ ആരംഭിച്ച ഒരു വലിയ പ്രസ്ഥാനമാണ് ചെങ്ങന്നൂർ സർവീസ് സഹകരണ ബാങ്ക്. 10 രൂപ ഈ വീടുകളിലൊക്കെയും കയറി ഇറങ്ങി
അവർ തുക സമാഹരിച്ചു, 5000 രൂപയുണ്ടാക്കി. അങ്ങനെ 5000 രൂപ കൊണ്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ചെങ്ങന്നൂർ സർവീസ് സഹകരണ ബാങ്ക്. പക്ഷെ എവിടെയാണ് ഇതിന് പാളിച്ച പറ്റിയത്? ആ സർവീസ് സഹകരണ ബാങ്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, മാർക്സിസ്റ്റ് CPIM പിടിച്ചെടുക്കുകയായിരുന്നു ഈ ബാങ്ക്. ഇന്ന് ഈ ജില്ലയിൽ ഈ ബാങ്ക് മാത്രമല്ല, ഇതുപോലെ പിടിച്ചെടുത്ത കുറെ അധികം ബാങ്കുകളുണ്ട്. നമ്മൾ കണ്ടു, ചെറുതാകട്ടെ വലുതാകട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ക്രിമിനലുകൾ അവിടെ വന്ന് യഥാർത്ഥ സഹകാരികളെ അടിച്ചു തോൽപ്പിച്ച് ഓടിച്ച് അവരെ മർദ്ദിച്ച് UDFന്റെ സ്ഥാനാർത്ഥികളെ മർദ്ദിച്ച് ഈ സഹകരണ ബാങ്കുകളുടെ ഭരണം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അതിന് പിടിച്ചെടുത്തൊരു ബാങ്കാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈ പ്രദേശത്തിന്റെ ആകെ അഭിമാനമായിരുന്നു, സഹകരണ മേഖലയ്ക്ക് അഭിമാനമായിരുന്നു. എന്താ ഫലം? ഇവിടെ നിന്ന് മലയാള മനോരമയിലടക്കം റിപ്പോർട്ട് വന്നതുപോലെ ആ ബാങ്കിന്റെയും നഷ്ടത്തെ കുറിച്ച് റിപ്പോർട്ട് വന്നിരിക്കുന്നു. ദേശാഭിമാനി തന്നെയാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന പത്രമാണല്ലോ. ദേശാഭിമാനി വന്നിരിക്കുന്നു. നേരത്തെ അറിയാൻ വായിച്ചോ, 6 കോടി രൂപ നഷ്ടമായിരിക്കുന്നു തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ. അവിടെ അപേക്ഷിക്കുന്നവർക്ക് ലോൺ കൊടുക്കാൻ നിർവാഹമില്ല. ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്ത ബാങ്കിൽ ഒരു ചെറിയ ബാങ്കാണ് കോട്ടാങ്കൽ സർവീസ് എന്ന ബാങ്ക്. കോട്ടാങ്കൽ സർവീസ് സഹകരണ ബാങ്ക് മര്യാദയ്ക്ക് UDFന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന, അവിടെ ഞാൻ പോയിരുന്നു. അതിന്റെ കൺവെൻഷനിലും തെരഞ്ഞെടുപ്പ് ദിവസവും എന്താ സംഭവിച്ചത്? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അടൂരിൽ നിന്നുള്ള ഒരു സംഘം 2 ബസ്സുകളിലായി വന്ന് ഈ ഗുണ്ടാ സംഘം അവര് ഈ പറഞ്ഞതുപോലെ ആ ബാങ്കിന്റെ ഭരണവും പിടിച്ചെടുത്തു. ആർക്കും വേണ്ടാത്തൊരു ബാങ്കായി പട്ടനാട് ബാങ്ക്. നമ്മുടെ തൊട്ടടുത്തുള്ള എത്രയോ ബാങ്കുകളിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളാണ് നടന്നിരിക്കുന്നത്. അതുപോലെ അതിക്രമം നടത്തി വളരെ ഭംഗിയായി പിടിച്ചെടുത്ത് ഭരണം നടത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു ബാങ്കാണ് ചെങ്ങന്നൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇവിടെ പുതുശ്ശേരിയോട് വിശദമായി കാര്യങ്ങൾ സൂചിപ്പിച്ചു. എന്താ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു. ഇന്ന് നോമിനേഷൻ കൊടുത്താൽ തെരഞ്ഞെടുപ്പാണ്, പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാം. ഐക്യജനാധിപത്യ മുന്നണി തീരുമാനിച്ചു, ഞങ്ങൾക്ക് കസേര വേണ്ട, ഞങ്ങൾക്ക് പ്രസിഡന്റ് സ്ഥാനം വേണ്ട, വൈസ് പ്രസിഡന്റ് സ്ഥാനം വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസമാണ്. ആ ജനങ്ങളുടെ സമ്പത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തേനീച്ച തേൻ ശേഖരിക്കുന്നത് പോലെ ചെറുതും വലുതുമായ സമ്പാദ്യങ്ങൾ ശേഖരിച്ച് ഈ ബാങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് കൊണ്ടിട്ട ഈ നാട്ടിലെ സാധാരണക്കാരുടെ പണം നിങ്ങൾ തിരിച്ചു നൽകണം. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ മേലാത്ത ഒരു സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ അധികാരം ഞങ്ങൾക്ക് വേണ്ട. ആ അധികാരത്തിലേക്കാണ് വീണ്ടും ഇവിടെ ഇപ്പോഴേ ഈ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുവാൻ അകത്ത് ആലോചന നടക്കുന്നതും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും. രാവിലെ ഞാനൊരു ഭരണസമിതി അംഗത്തെ, പഴയ ഒരു ഭരണസമിതി അംഗത്തെ വിളിച്ചു. ഇടതുപക്ഷക്കാരാണ്. അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു. ശ്രീ MB ഫിലിപ്പോസ് ഈ ബാങ്കിന്റെ വളർച്ചയ്ക്ക് നല്ല സംഭാവന നൽകിയിട്ടുള്ള ശ്രീ MB ഫിലിപ്പോസ് എന്ന കുഞ്ഞുമോൻ സാറ് അദ്ദേഹം ഒരിക്കലും ഒരു കമ്പനിയിൽ പറഞ്ഞു, ഇത് ശരിയല്ല, ഈ പോക്ക് ഇത് ആളുകളുടെ അവരുടെ സമ്പാദ്യത്തിന്റെ വിഷയമാണ്, ഇതൊരു സാമ്പത്തിക വിഷയമാണ്. ഈ ബാങ്ക് നിലനിൽക്കണം. ഈ ബാങ്ക് നിലനിൽക്കണമെങ്കിൽ എന്താ? ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ വീണ്ടും ഉദ്യോഗസ്ഥർ ഇവിടെ വരട്ടെ. നിങ്ങൾ പറയുന്ന ആളുകൾ തന്നെയാണല്ലോ, നിങ്ങളുടെ ആജ്ഞാനവർത്തികളായ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണല്ലോ. നിങ്ങൾ അവരെ വിസ്മരിക്കട്ടെ, അവർ കൃത്യമായി ഭരണം നടത്തട്ടെ, ഇവിടുത്തെ ബാധ്യതകൾ കണ്ടുപിടിക്കട്ടെ. അങ്ങനെ ബാധ്യതകൾ കണ്ടുപിടിച്ച് ഈ ബാങ്കിലെ ഉണ്ടായിരിക്കുന്ന ആളുകൾക്ക് അവരുടെ നിക്ഷേപങ്ങൾ തിരികെ കൊടുക്കണം. അതിനുള്ള നടപടി നോക്കണം. അല്ലാതെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി വീണ്ടും പഴയ രീതിയിലേക്ക് പോകുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. പ്രതിബദ്ധതയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുവദിക്കുവാൻ കഴിയില്ലെന്നതുകൊണ്ടാണ് ഈ ധർണാ സമരം. എന്തുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് സമരം നടത്തുന്നു എന്നിവിടെ വന്ന് പറയേണ്ടി വന്നത്? ഞാനൊരു വാക്കിട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. KPCCയുടെ മുൻ എക്സിക്യൂട്ടീവ് മെമ്പർ, തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഹക്കി നൗസിനെ അഭിസംബോധന ചെയ്യുവാൻ. ഈ
ധർണാ സമരത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ജെയ്സ് കാക്കനാട്, ഈ സമരം ഉദ്ഘാടനം ചെയ്ത മുൻ MLA ശ്രീ ജോസഫ് പുതുശ്ശേരി, കേരള കോൺഗ്രസിൻ്റെ ഉന്നതാധികാരി സമിതി അംഗം ശ്രീ കുഞ്ഞുകൊച്ചി ഫോർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ മാത്യു രാമൻ, ശ്രീ കൊച്ചി സുപ്രിയ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ശ്രീ സജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീത ശ്രീകുമാർ, മറ്റ് ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഐക്യ ജനാധിപത്യ മുന്നണി കല്ലൂപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ സമരമാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഈ ബാങ്കിന്റെ തകർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ തന്നെ ഈ ബാങ്കിന്റെ പ്രവർത്തനം ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് നിക്ഷേപകരുടെ പണം തിരികെ നൽകുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 2 വർഷം മുമ്പ് ഒരു മാർച്ച് നടന്നു. അതിനുശേഷം മല്ലപ്പള്ളി അഡിഷൻ രജിസ്ട്രാറിന്റെ ഓഫീസിലേക്ക് ഒരു മാർച്ച് സമയം നടന്നു. ആദ്യമൊക്കെ ഞാനായി നിക്ഷേപം ഇട്ടിരിക്കുന്ന ആൾക്കാരുടെ നിക്ഷേപം തിരികെ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സംജാതമാക്കേണ്ട എന്ന് കരുതിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി കുറെ കാലം ഇത് വാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിൽ ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 സമരങ്ങൾ നടത്തിയത്. അന്ന് ആ സമരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് പാവപ്പെട്ട നിക്ഷേപകർ അവരിവിടെ കൊടുത്ത പണം എങ്ങനെയെങ്കിലും തിരികെ നൽകണം. ജപ്തിയിലെ വസ്തുക്കൾ അല്ലെങ്കിൽ അവര് പണയം വെച്ചിരിക്കുന്ന വസ്തുക്കൾ അത് തിരിച്ചടയ്ക്കാത്തവർ ലോണികളുടെ നടപടിയെടുത്ത് അത് ഈടാക്കി നിക്ഷേപകരുടെ പണം നൽകണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ബഹുമാന്യ ശ്രീ ജോസഫ് പുതുശ്ശേരി പറഞ്ഞതുപോലെ ഈടാക്കാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുള്ളത് ജനങ്ങളുടെ കണ്ണിൽ ഒഴിയുവാനായി അധ്യക്ഷൻ ഉദ്ഘാടനം അടക്കം ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, ഞാനിവിടെ നിൽക്കുമ്പോൾ 1960 കാലഘട്ടത്തിൽ ഈ സഹകരണ സ്ഥാപനം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ LDFകാരോ മാർക്സിസ്റ്റുകാരോ അന്ന് യാതൊരു തരത്തിലുള്ള പരിശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് ബോധകര് പാപ്പിച്ചായൻ, കിളിച്ചുമലയിൽ തോമസൂട്ടിയുടെയും അവറാച്ചന്റെയും ഒക്കെ പിതാവ് പാപ്പിച്ചായൻ, പൂങ്കോട്ടായിലെ ചാക്കോച്ചായൻ, മഞ്ഞനാംകുഴിയിലെ മാഷ് അടക്കമുള്ള ആൾക്കാരാണ് ഇതിന്റെ ആരംഭം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് മാധവ പണിക്കർ, അലക്സ് കണ്ണമണ്ണയുടെ പിതാവ് അടക്കമുള്ളവരാണ് അന്ന് 10 രൂപ ഷെയർ പിരിച്ച് ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത്. അന്ന് ഇത് വളരെ നന്നായിട്ട് തന്നെ ഈ നാടിന്റെ അന്ന് കല്ലൂപ്പാറ പഞ്ചായത്തിന്റെ 3, 4, 5, 6 വാർഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് കല്ലൂപ്പാറ ബാങ്ക് നാമാവിശേഷമായതിനു ശേഷമാണ് അതോട് ഇതിനോടുകൂടി യോജിപ്പിച്ചുകൊണ്ട് ഈ ബാങ്ക് കല്ലൂപ്പാറ പഞ്ചായത്ത് മുഴുവനായിട്ട് പ്രവർത്തന പരിധിയായിട്ടുണ്ടായത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് 1992-ലോ 93-ലോ MV രാഘവൻ കേരളത്തിന്റെ സംസ്ഥാനത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് 5 വർഷക്കാലം ഭരണസമിതിയുടെ കാലാവധി, അതോടൊപ്പം തന്നെ ഐഡന്റിറ്റി കാർഡ് വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമം ഉണ്ടാക്കിയത്. ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ ഒരു അട്ടിമറിയിലൂടെ ഭരണം പറ്റിയ ആൾക്കാര് ഇവിടെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ആൾക്കാരെ നിയമിച്ചുകൊണ്ട് UDFകാരുടെ കോൺഗ്രസുകാരുടെയാണ് പണം ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം ശ്രീ MV പീലിപ്പോസ് അടക്കമുള്ള ആൾക്കാരുടെ ശ്രമഫലം കൊണ്ട് ഇവിടെ ആൾക്കാരെ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട്, പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായത് ഇവിടുത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പണം ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരുടെ അല്ല. ഇടതുപക്ഷക്കാര് ലോണായിട്ട് തിരിച്ച് അവര് അത് തട്ടിക്കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. ആ തരത്തിൽ ഈ ബാങ്കിനെ നശിപ്പിച്ച ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ഒരു റിപ്പോർട്ട് മല്ലപ്പള്ളി എയർ ഓഫീസിലെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ വനജ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ, പിണറായി വിജയന്റെ പേരിലൂടെ കല്ലേൽ കുത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ ഇവിടെ വന്നില്ല, ഉദ്ഘാടനം നടത്താൻ വന്നില്ല. വരാതെ തന്നെ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കല്ലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യവും ഞാൻ സൂചിപ്പിക്കാൻ
പ്രസിഡന്റുമായ ശ്രീ എ.ടി. മേഖലിംഗാപുരി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിലെ അധ്യക്ഷൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമാദരണീയനായ നേതാവ് കേരള കോൺഗ്രസിന്റെ നിയോജക വൈസ് ചെയർമാൻ ശ്രീ ജെയിംസ് കാക്കനാട്, നമ്മുടെ ഈ ഭരണയെ അഭിസംബോധന ചെയ്ത ഐക്യ ജനാധിപത്യങ്ങളുടെ സമുന്നതരായ നേതാക്കന്മാരായ അഡ്വക്കേറ്റ് റജി തോമസ്, DCCM സെക്രട്ടറി ശ്രീ മാത്യു ജാമത്തിൽ, ശ്രീ കോശി സക്കറിയ, ശ്രീ ചെറിയാൻ കണഞ്ചേരി അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നിക്ഷേപകരെ, സുഹൃത്തുക്കളെ, ഇവിടെ ഇങ്ങനെ ഒരു ധർണാ സമരം സംഘടിപ്പിക്കുവാനിടയായ സാഹചര്യത്തെപ്പറ്റി എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാർ വളരെ വിസ്തരിച്ച് നിങ്ങളോട് സൂചിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രത്തോളം സാമ്പത്തികമായ തകർച്ചയിലായ ഒരു ബാങ്ക് ഒരു ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്ക് പോകുവാനുള്ള ആരോഗ്യമില്ലാത്ത സാഹചര്യത്തിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ, സഹകരണ രംഗത്ത് മികവ് തെളിയിച്ച ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ അഡ്മിനിസ്ട്രേറ്റർമാരായി നിയമിച്ചുകൊണ്ട് ഈ ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി മാത്രമേ തെരഞ്ഞെടുപ്പിലേക്ക് പോകാവൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇങ്ങനെയൊരു സമര പരിപാടിയുമായിട്ട് ഈ ബാങ്കിന്റെ മുൻപിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 37 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാർഷ്ട്യത്തിന്റെ കരാളഹസ്തങ്ങൾ അമർന്നുപോയ ഇവിടുത്തെ ധനകാര്യ സ്ഥാപനം അന്ന് സാമ്പത്തികമായി നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ ചെങ്ങന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് ആർക്കും വേണ്ടാത്ത ചണ്ടിയായി മാറിയിരിക്കുകയാണ്. മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിൽ നന്ദി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗ നടപടികൾ അവസാനിക്കുന്നു.